നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ടെഹ്റാൻ ആണവ പദ്ധതിക്ക് അനുമതി നൽകിയാൽ ലോകക്രമം തെറ്റുമെന്നാണ് പൊതുവെ അമേരിക്കയും ഇസ്രയേലും കരുതിയത്. ലോകത്തിന്റെ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും 1/3 ഉൽപ്പാദനം നടക്കുന്ന ഒരു മേഖലയെ അത് അസ്ഥിരപ്പെടുത്തും. ടെഹ്റാൻ ആണവായുധം സ്വന്തമാക്കിയാൽ അറബ് രാഷ്ട്രങ്ങളെ തങ്ങളുടെ ചൊൽപ്പിടിക്ക് നിർത്താൻ അവർക്ക് കഴിയും. ഇസ്രയേലിന് മാത്രമല്ല ഇറാൻ ഭീഷണി ഉയർത്തുന്നത് മറ്റു സുന്നി രാജ്യങ്ങൾക്കും. അമേരിക്കയെ സംബന്ധിച്ച് ഏറെ തന്ത്രപരമായ തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടുമെന്ന ഭയം. ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ശക്തിയായി അമേരിക്കയെ കാണുന്നു. ഇറാൻ ആണവശക്തിയായി മാറിയാൽ അയൽ അറബ് രാജ്യങ്ങളുടെ ഊർജ സമവാക്യങ്ങൾ ഇറാൻ മാറ്റിയെഴുതും. ഒരു നിർണായക ആഗോള വ്യാപാര കരാർ പോലും നിയന്ത്രിക്കാൻ ഇറാന് കഴിയും. ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യുമെന്ന ഇറാൻ പരമോന്നത നേതാവിന്റെ ഭീഷണി മാത്രമല്ല, മറുവശത്ത് അറബ് രാജ്യങ്ങളുടെ മേൽ ഇറാൻ ചെലുത്താനിടയുള്ള ആ സമ്മർദ്ദമാണ് അമേരിക്കയെ കൂടുതൽ ജാഗ്രതയിലാക്കിയത്. കണക്കുകൂട്ടിയുള്ള ആക്രമണമായിരുന്നു 2025 ജൂൺ മാസം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനുമേൽ ചൊരിഞ്ഞത്. ഇസ്ഫഹാൻ, നദാൻ, ഫോർദോ എന്നിവിടങ്ങളിൽ US ബങ്കർ ബസ്റ്ററുകൾ ബോംബുകൾ വർഷിച്ചു. ഇറാന്റെ മിസൈൽ ശേഷികൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കി. എന്നാൽ ആരും കാണാത്ത ഒരു ആണവായുധം ഇറാൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഈ യുദ്ധത്തിൽ അവരത് പുറത്തെടുത്തു. അതാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് പുതിയ തലവേദന തീർത്തിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം എന്ന ആണവായുധമാണ് ഇപ്പോൾ ഇറാൻ പുറത്തെടുത്തിരിക്കുന്നത്. ലോകത്തിലെ സമുദ്രമാർഗമുള്ള അസംസ്കൃത എണ്ണ വാതക വ്യാപാരത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്നത് ഈ കടലിടുക്കിലൂടെ. അതുകൊണ്ട് തന്നെ ആണവായുധത്തിന് തുല്യമാണ് തങ്ങളുടെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണ ശക്തിയെന്ന് ഇറാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആണവായുധങ്ങൾ വിനാശകരമായ ഭൗതിക നാശനഷ്ടങ്ങളുടെ ഭീഷണിയാണ് ഉയർത്തുന്നത്. എന്നാൽ ഒരു ജലപാതയുടെ നിയന്ത്രണം ആഗോള സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കുന്ന കാഴ്ച നമുക്ക് മുന്നിൽ. ഇറാനെ സംബന്ധിച്ച് അവരുടെ ദേശീയ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഉപരോധങ്ങളാണ് അമേരിക്ക പ്രഖ്യാപിച്ചത്. അതിശക്തമായ ഉപരോധങ്ങൾ. ഇവിടെയാണ് ഇറാൻ ഹോർമുസ് ചെക്ക് ഹോൾഡ് വീണ്ടും തങ്ങളുടെ ആയുധമാക്കി മാറ്റിയത്. ഇറാനെതിരെയുള്ള ഈ യുദ്ധം ആരംഭിക്കുന്നതുവരെ ഇതുവരെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. ടാങ്കറുകളോട് കുറുകെ കടക്കരുത് എന്ന് ഇറാൻ കൽപ്പിക്കുന്നു. മറുവശത്ത് തങ്ങളുടെ മോസ്കിറ്റോ ഫ്ലീറ്റിനെ ഉപയോഗിച്ച് ചില കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുന്നു. ഇത്ര മാത്രമേ അവർക്ക് ചെയ്യേണ്ടി വന്നുള്ളൂ. ബാക്കിയൊക്കെ ഇൻഷുറൻസ് ദാതാക്കളും കപ്പൽ ഉടമകളും കൂടി അങ്ങ് ചെയ്തു തീർത്തു. അവർ ഭയപ്പെട്ടു. ഇപ്പോഴിതാ ഗൾഫിലെ തുറമുഖ ടെർമിനലുകളിൽ ക്രൂഡ് ഓയിൽ കുമിഞ്ഞുകൂടുന്നു. ഇവിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഴ്ചകൾക്ക് മുൻപ് പറഞ്ഞത് യുദ്ധത്തിന്റെ സമീപനം പുനഃക്രമീകരിക്കേണ്ടി വരും. ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് പുതിയ യുദ്ധതന്ത്രം ആവിഷ്കരിക്കണം. അതിന് നാറ്റോ സഖ്യരാജ്യങ്ങളുടെ പിന്തുണ അദ്ദേഹം തേടി. എന്നാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോ നാറ്റോ സഖ്യരാജ്യങ്ങളോ അമേരിക്കയെ തിരിഞ്ഞു നോക്കിയില്ല. ഏറ്റവും നിർണായക ഘട്ടത്തിൽ അമേരിക്ക യുദ്ധക്കളത്തിൽ ഒറ്റപ്പെട്ടു. തുടർന്നാണ് അമേരിക്ക ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടേതായ ഉപരോധം ഏർപ്പെടുത്തുന്നത്. ഹോർമുസിനെ സ്വന്തമാക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ തകർക്കാൻ ഉപരോധം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് ട്രംപ് തിരിച്ചറിഞ്ഞു. അതൊരറ്റകൈ പ്രയോഗമായിരുന്നു. ഹോർമുസ് കടലിടുക്കിനും അറേബ്യൻ കടലിനും ഇടയിൽ യുദ്ധക്കപ്പലുകൾ സജ്ജമായി. ഈ ചാനലിന്റേതടക്കം സമുദ്ര ഗതാഗതം നിയന്ത്രിക്കാനുള്ള US-ന്റെ ഉദ്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ട്രാൻസിറ്റ് ടാങ്കറുകളിൽ നിന്നും ചരക്ക് കപ്പലുകളിൽ നിന്നും ടോൾ പിരിക്കാൻ US-ന് അവകാശമുണ്ട് എന്ന് ട്രംപ് പറഞ്ഞു വയ്ക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നാറ്റോ സഖ്യരാജ്യങ്ങളുമൊക്കെ ഇത്തരമൊരു ഘട്ടത്തിലെങ്കിലും തനിക്കൊപ്പം ചേരുമെന്ന് ട്രംപ് പ്രതീക്ഷിച്ചു. ഹോർമുസ് കടലിടുക്കിന്റെ നിർണായകമായ പല ഭാഗങ്ങളിലും ഇറാൻ മൈനുകൾ നിക്ഷേപിച്ചിരിക്കുന്നു. ഈ മൈനുകൾ നീക്കം ചെയ്യുക അത്ര എളുപ്പമല്ല എന്ന് അമേരിക്ക സമ്മതിച്ചു. ഹോർമുസ് സ്വന്തമാക്കാനുള്ള US നീക്കങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. മറുവശത്ത് ഗറില്ല മോഡൽ ആക്രമണങ്ങളോടെ ഇപ്പോഴും ഇറാൻ തങ്ങളുടെ ശക്തി അവിടെ വെളിപ്പെടുത്തുന്നു. ഹോർമുസിന് മുകളിൽ തലയിടുന്നത് ആവർത്തിച്ചുള്ള ഒരു പ്രശ്നമായി മാറുമെന്ന് പെന്റഗൺ മുന്നറിയിപ്പ് നൽകി. നിരീക്ഷണത്തിനും പ്രതിരോധത്തിനുമായി വാഷിംഗ്ടണിന് ഗണ്യമായ നാവിക വ്യോമ ആസ്തികൾ നഷ്ടപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ദീർഘകാല നയതന്ത്ര സൈനിക നിയമ സാമ്പത്തിക നിലപാടുകളുമായി ഇത് ഇനി താരതമ്യപ്പെടുത്തേണ്ടി വരും. ഒരു ഉദാഹരണത്തിന് സെൻകോം തങ്ങളുടെ 1-ലധികം വിമാനവാഹിനി കപ്പലുകളുടെ നിലവിലെ വിന്യാസമാണ് ഹോർമുസിനു വേണ്ടി നടത്തിയിരിക്കുന്നത്. ചെറിയ ആക്രമണ കപ്പലുകൾ, കപ്പൽ വേധ മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് ഹോർമുസ് ഭാഗികമായോ പൂർണ്ണമായോ അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ നീക്കങ്ങൾ മറുവശത്ത്.
ഒരു രക്ഷാധികാരി സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഹോർമുസ് ആസ്ന്യൂക്ക് വെല്ലുവിളിയെ നേരിടാൻ അമേരിക്കയ്ക്ക് കഴിയുമോ? ഹോർമുസ് കടലിടുക്ക് ഒരു യുദ്ധക്കളമായി മാറുന്ന കാഴ്ചയാണ് ലോകത്തിന് മുന്നിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കാലാവധി നീട്ടിയതിന് തൊട്ടുപിന്നാലെ ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ പുറപ്പെട്ട 3 കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ സേന വെടിയുതിർത്തത്. ഇന്ത്യയിലേക്ക് ചരക്കുമായി വന്നതടക്കമുള്ള കപ്പലുകൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ പിടിച്ചെടുത്തതോടെ ഒരു പുതിയ സന്ദേശം അവർ ലോകത്തിന് നൽകി. കേവലം ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം ആഗോള വിപണിയെയും ഊർജ്ജ സുരക്ഷയെയും മുക്കിക്കളയാൻ ശേഷിയുള്ള ഒരു നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നു. അവരുടെ ആക്രമണ ശൈലി തികച്ചും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ലൈബീരിയൻ പതാകയുള്ള ഒരു വാണിജ്യ കപ്പൽ ഇന്ത്യയിലെ ഗുജറാത്തിലുള്ള മുദ്ര തുറമുഖത്തേക്ക് പുറപ്പെട്ടപ്പോഴായിരുന്നു ഇറാന്റെ വെടിവെപ്പ്. ഇതിനൊപ്പം ശ്രീലങ്കയിലേക്കും സൗദിയിലേക്കും പോയ മറ്റ് 2 കപ്പലുകളും ഇറാൻ കസ്റ്റഡിയിലെടുത്തു. ഒമാൻ തീരത്ത് വെച്ച് മുഖംമൂടി ധരിച്ചെത്തിയ സൈനികർ തോക്കുമായി കപ്പലിലേക്ക് ഓടിക്കയറി. അതും വെടിവയ്പ്പിന് ശേഷം കപ്പലിന് നേരെ വെടിയുതിർക്കുകയും നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. ഗറില്ല മോഡൽ ആക്രമണങ്ങളാണ് ഇറാൻ സേന നടത്തിയത്. UAEയിലെ ജബലാലി തുറമുഖത്ത് നിന്ന് മാർച്ച് 4-ന് പുറപ്പെട്ട ഈ കപ്പൽ യുദ്ധം മൂലം ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എന്തിനാണ് ഈ കപ്പലുകൾ പിടിച്ചെടുത്തത് എന്ന ചോദ്യത്തിന് ഇറാന് പ്രത്യേകിച്ച് ഉത്തരമില്ല. വെറും സാങ്കേതികം മാത്രമാണ്. സമുദ്ര സുരക്ഷ ലംഘിച്ചു എന്നതാണ് അവരുടെ ആരോപണം. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു വലിയ ആഘാതമാണ്. രാജ്യത്തെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെയും LPGയുടെയും വലിയൊരു ഭാഗം വരുന്നത് ഈ കടലിടുക്കിലൂടെ. ഏപ്രിൽ 20-ലെ കണക്കനുസരിച്ച് ഇപ്പോഴും ഇന്ത്യയിലേക്ക് വരേണ്ട 14 കപ്പലുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു. തങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കാതെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ല എന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ പറയുന്നത്. ഹോർമുസ് കടലിടുക്ക് അടയുന്നത് ലോകത്തിന് താങ്ങാവുന്നതിലുമപ്പുറം. ഇതിന്റെ ആഘാതങ്ങൾ ഇതിനകം തന്നെ പ്രകടമായി കഴിഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലെത്തി. യുദ്ധത്തിന് മുമ്പത്തേക്കാൾ 35% കൂടുതൽ. ഇവിടെയാണ് എന്താണിനി ഹോർമുസ് കടലിടുക്കിന് സംഭവിക്കുക എന്ന ചോദ്യം ശ്രദ്ധേയമാകുന്നത്. നേരത്തെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് തുടങ്ങിവെച്ച യുദ്ധം അതേ തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എങ്കിൽ ഹോർമുസ് കടലിടുക്ക് ഇതിനകം പൂർണ്ണമായി അടഞ്ഞുകിടന്നേനെ. 2ാം വട്ടം ഇസ്ലാമാബാദിലേക്ക് ഇറാൻ സംഘം ചർച്ചകൾക്കായി എത്തില്ല എന്ന് മനസ്സിലാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് JD വാൻസ് അടക്കമുള്ള തങ്ങളുടെ പ്രതിനിധി സംഘത്തെ അമേരിക്കയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് അയച്ചില്ല. എന്നാൽ തുടർന്ന് വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടിയതായി ട്രംപ് പ്രഖ്യാപിച്ചു. നയതന്ത്ര തലത്തിലുള്ള പരിശ്രമങ്ങൾക്കൊടുവിൽ ഇറാനെ ഒരു ചർച്ചാമേശയിലെത്തിക്കുക മാത്രമാണ് അമേരിക്കയ്ക്ക് മുന്നിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു പോംവഴി. ഇറാനിൽ ഒരു ഏകോപന തീരുമാനമുണ്ടാകട്ടെ എന്ന് ട്രംപ് പറയുന്നതും അതുകൊണ്ട്. ഹോർമുസ് കടലിടുക്കിലെ വെടിയുച്ചകൾ നിലയ്ക്കുന്നില്ലെങ്കിൽ അത് ലോകത്തെ മറ്റൊരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വലിച്ചിഴയ്ക്കും. ഒരുപക്ഷെ മിക്ക രാജ്യങ്ങൾക്കും അത് താങ്ങാൻ കഴിയില്ല. സമാധാന ചർച്ചകൾക്ക് ഇറാൻ വഴങ്ങുമോ എന്ന ചോദ്യം ഉയരുമ്പോൾ മറുവശത്ത് അമേരിക്കയും ഇസ്രയേലും ഇനിയും രൂക്ഷമായ ആക്രമണങ്ങളിലേക്ക് കടന്നാൽ അത് മറ്റു ലോകരാജ്യങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന വാസ്തവം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് അവർ സൂക്ഷ്മതയോടെ നീങ്ങുന്നത്. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്കെന്ന തങ്ങളുടെ ഏറ്റവും വലിയ ആണവായുധമാണ് ഇപ്പോൾ ഇറാൻ പുറത്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെ ട്രംപ് കരുക്കൾ നീക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.